നമസ്കാരം. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജൂൺ മാസം 1 മുതൽ 10 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, തെലങ്കാനയിലെ കവാൾ ടൈഗർ റിസർവിനെയും മഹാരാഷ്ട്രയിലെ തഡോബ അന്താരി ടൈഗർ റിസർവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടൈഗർ കോറിഡോർ പ്രദേശമാണ് കുമ്രാം ഭീം കൺസർവേഷൻ റിസർവ് തെലങ്കാന. അപ്പൊ തെലങ്കാനയിലെ കവാൾ ടൈഗർ റിസർവിനെയും മഹാരാഷ്ട്രയിലെ തഡോബ അന്താരി ടൈഗർ റിസർവിനെയും ബന്ധിപ്പിക്കുന്ന ടൈഗർ കോറിഡോർ പ്രദേശം ഏതാണ്? കുമ്രാം ഭീം കൺസർവേഷൻ റിസർവ് തെലങ്കാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനമാണ് അമോലോബ്സ് ഷില്ലോങ്. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനത്തിന്റെ പേരാണ് അമോലോബ്സ് ഷില്ലോങ്. ഷില്ലോങ് കാസ്കേഡ് തവള എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനം ഏതാണ്? അമോലോബ്സ് ഷില്ലോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറുകിട പഴ കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള കാശ്മീരിലെ ആദ്യത്തെ ചെറി കാർഗോ ട്രെയിൻ റൂട്ട് ചോദിച്ചാൽ എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലെ കത്ര മുതൽ മുംബൈയിലെ ബാന്ദ്ര വരെയാണ്. അപ്പോൾ ചെറുകിട പഴ കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ചെറി കാർഗോ ട്രെയിൻ റൂട്ടാണ് കത്ര ടു മുംബൈ. ജമ്മു കാശ്മീരിലെ കത്ര മുതൽ മുംബൈയിലെ ബാന്ദ്ര ടെർമിനൽ വരെയാണ് തോന്നുന്നു ചെറി കാർഗോ ട്രെയിൻ റൂട്ട് വരുന്നത്. അപ്പോൾ ചെറുകിട പഴ കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള കാശ്മീരിലെ ആദ്യത്തെ ചെറി കാർഗോ ട്രെയിൻ റൂട്ട് ഏതാണ്? കത്ര ടു മുംബൈ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 72ാമത് മിസ് വേൾഡ് കിരീടം നേടിയ വ്യക്തിയാണ് സുജത ചുവാങ്ശ്രീ. 2025 72ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ്? സുജത ചുവാങ്ശ്രീ എന്ന് പറയുന്നതാണ്. തായ്ലൻഡാണ് സ്വദേശം. തായ്ലൻഡ് സ്വദേശി സുജത ചുവാങ്ശ്രീ ആണ് 2025 72ാമത് മിസ് വേൾഡ് കിരീടം നേടിയത്. ഹൈദരാബാദ് ആയിരുന്നു 72ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി ചോദിച്ചാൽ എവിടെയായിരുന്നു? ഹൈദരാബാദ് ആണ് വേദി. ഇതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ് നന്ദിനി ഗുപ്ത. അപ്പോൾ വിന്നർ ആരാണ്? സുജത ചുവാങ്ശ്രീ ആണ് വിന്നർ. തായ്ലൻഡിന്റെ ഓമന പേരായ ഓപ്പാൽ എന്ന് ഇവർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 2025 72ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് തായ്ലൻഡുകാരി സുജത ചുവാങ്ശ്രീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ സുരക്ഷയുടെ താൽപര്യാർത്ഥം പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളെ സജ്ജീകരിക്കാനുള്ള മോക്ക് ഡ്രില്ലിന്റെ പേരാണ് ഓപ്പറേഷൻ ഷീൽഡ്. ദേശീയ സുരക്ഷയുടെ താൽപര്യാർത്ഥം പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളെ സജ്ജീകരിക്കാനുള്ള മോക്ക് ഡ്രില്ലിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഷീൽഡ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ് 31 അന്തരിച്ച പ്രശസ്ത വന്യജീവി സംരക്ഷകനും ഇന്ത്യയിലെ കടുവ പഠനത്തിന്റെ പരമാചാര്യനുമായ വ്യക്തിയാണ് വാൽമീക് താപ്പർ. 2025 മെയ് 31 അന്തരിച്ച പ്രശസ്ത വന്യജീവി സംരക്ഷകനും ഇന്ത്യയിലെ കടുവ പഠനത്തിന്റെ പരമാചാര്യനുമായ വ്യക്തിയാണ് വാൽമീകി താപ്പർ. രൺതംബോർ ഫൗണ്ടേഷൻ എന്ന സംഘടന 1988 സ്ഥാപിച്ച വ്യക്തി കൂടിയാണ് വാൽമീകി താപ്പർ. അതേപോലെ രൺതംബോർ വന്യജീവി സങ്കേതത്തിലെ കടുവകളെയും വാൽമീകി താപ്പറിന്റെയും ജീവിതത്തെ പറ്റി പറയുന്ന ഡോക്യുമെന്ററിയാണ് ദ ടൈഗർ ഫാമിലി എന്ന് പറയുന്ന ഡോക്യുമെന്ററി. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ദ സീക്രട്ട് ഓഫ് ടൈഗേഴ്സ്. ദ സീക്രട്ട് ഓഫ് ടൈഗേഴ്സ് എന്ന് പറയുന്നത് വാൽമീകി താപ്പറിന്റെ പുസ്തകമാണ്. അപ്പോൾ 2025 മെയ് 31 അന്തരിച്ച പ്രശസ്ത വന്യജീവി സംരക്ഷകനും ഇന്ത്യയിലെ കടുവ പഠനത്തിന്റെ പരമാചാര്യനുമായ വ്യക്തിയാണ് വാൽമീകി താപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഏഷ്യൻ അത്ലറ്റിക്സ് മീറ്റിൽ
ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 24. 2025 ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 24. 24 മെഡലുകളോടെ ഇന്ത്യ 2ാം സ്ഥാനത്താണ് വന്നത്. അതിൽ 8 സ്വർണം, 10 വെള്ളി, 6 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 24 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 8 സ്വർണം, 10 വെള്ളി, 6 വെങ്കലം. 1ാം സ്ഥാനം ആർക്കാണ്? 1ാം സ്ഥാനം ചൈനയ്ക്കാണ് 1ാം സ്ഥാനം. ടോട്ടൽ എത്ര മെഡലുകൾ? 32 മെഡലുകളാണ് ചൈന നേടിയത്. 32 മെഡലുകളോടെ ചൈനയാണ് 2025 ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ 1ാം സ്ഥാനത്ത് എത്തിയത്. ഈ 32 മെഡലുകളിൽ 19 സ്വർണവും 9 വെള്ളിയും 4 വെങ്കലവുമാണ് ചൈനയ്ക്ക് കിട്ടിയത്. 2ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. അപ്പോൾ 2025 ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 24 ആണ്. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ഇന്ത്യ 8 സ്വർണം, 10 വെള്ളി, 6 വെങ്കലം ഉൾപ്പെടെ 24 മെഡലുകളോട് കൂടി ഇന്ത്യ 2ാം സ്ഥാനത്താണ് എത്തിയത്. 1ാം സ്ഥാനം ചൈനയ്ക്കാണ്. ടോട്ടൽ 32 മെഡലുകൾ, 19 സ്വർണം, 9 വെള്ളി, 4 വെങ്കലം എന്നിവ ഉൾപ്പെടെ ടോട്ടൽ 32 മെഡലുകൾ നേടി 1ാം സ്ഥാനം നേടിയ രാജ്യം ചോദിച്ചാൽ ചൈന. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂൺ 1 റഷ്യൻ വ്യോമതാവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ രഹസ്യ ഡ്രോൺ ആക്രമണം അഥവാ ഉക്രൈനിന്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. അപ്പോൾ 2025 ജൂൺ 1 റഷ്യൻ വ്യോമതാവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ രഹസ്യ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ ഉക്രൈനിന്റെ രഹസ്യ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയ ഉള്ളൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മഞ്ജു വെള്ളായണിക്കാണ്. ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയ ഉള്ളൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മഞ്ജു വെള്ളായണിക്കാണ്. അവരുടെ ജലചമന്തികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 25,000 രൂപയാണ് പുരസ്കാര തുക എന്ന് പറയുന്നത്. 25,000 രൂപയാണ് പുരസ്കാര തുക. അപ്പോൾ ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയ ഉള്ളൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മഞ്ജു വെള്ളായണിക്കാണ്. അവരുടെ ജലചമന്തികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാര തുക ചോദിച്ചാൽ 25,000 രൂപയാണ് പുരസ്കാര തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ വിമുക്ത ജില്ല ഏതാണ്? കണ്ണൂർ. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ വിമുക്ത ജില്ലയാണ് കണ്ണൂര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. KTAP എന്നാണ് പദ്ധതിയുടെ പേര്. അപ്പോൾ കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് KTAP, കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രകൃതി പാഠം. സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? പ്രകൃതി പാഠം എന്നാണ്. ബ്ലോക്ക് തലങ്ങളിലായി കർഷകരും ശാസ്ത്രജ്ഞരും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരു ആശയവിനിമയ സദസ്സ് സംഘടിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രകൃതി പാഠം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വിയറ്റ്നാം ഹൈഡ്രോഗ്രാഫിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഹോ ചിൻ മിൻ സിറ്റി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് കപ്പലാണ് INS ദർശക്. ഇന്ത്യ വിയറ്റ്നാം ഹൈഡ്രോഗ്രാഫിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഹോ ചി മിൻ സിറ്റി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് കപ്പലിന്റെ പേരാണ് INS ദർശക്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാനഡയിലെ ആൽബർട്ടയാണ്. അപ്പോൾ 2025 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാനഡയിലെ ആൽബർട്ടയാണ്.
നെക്സ്റ്റ്, ആക്കുളത്തെ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് എയർ മാർഷൽ മനീഷ് ഖന്ന. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരത്ത് ആക്കുളത്തിലാണ് ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം. അപ്പോൾ ആക്കുളത്തെ ദക്ഷിണ വ്യോമ കമാൻഡിന്റെ മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ചോദിച്ചാൽ ആരാണ്? എയർ മാർഷൽ മനീഷ് ഖന്നയാണ്. നെക്സ്റ്റ്, ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ചിലാണ് ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അപ്പൊ ഗുജറാത്തിലെ കച്ചിലാണ് ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതെന്നായിരുന്നു? 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അത് 2025 മെയ് 7 അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ കച്ചിലാണ് ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാരകമായ രോഗങ്ങൾ ഉള്ളവർക്ക് മരിക്കാനുള്ള അവകാശം നൽകുന്ന അസിസ്റ്റഡ് ഡൈയിങ് ബിൽ അംഗീകാരം നൽകിയ രാജ്യമാണ് ഫ്രാൻസ്. അപ്പോൾ മാരകമായ രോഗങ്ങൾ ഉള്ളവർക്ക് മരിക്കാനുള്ള അവകാശം നൽകുന്ന ബില്ലാണ് അസിസ്റ്റഡ് ഡൈയിങ് ബില്ല്. ആ ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഫ്രാൻസ് ആണ്. മാരകമായ രോഗങ്ങൾ ഉള്ളവർക്ക് മരിക്കാനുള്ള അവകാശം നൽകുന്ന അസിസ്റ്റഡ് ഡൈയിങ് ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യമാണ് ഫ്രാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ 2 തണ്ണീർത്തടങ്ങളാണ് രാജസ്ഥാനിലെ ഫലോട്ടിയിലെ കിച്ചനും രാജസ്ഥാനിലെ ഉദയ്പൂരിലെ മെനാറും. അപ്പൊ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ 2 തണ്ണീർത്തടങ്ങളാണ് ഫലോട്ടിയിലെ കിച്ചനും ഉദയ്പൂരിലെ മെനാറും. അത് രണ്ടും ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ഇതോടുകൂടി ഇന്ത്യയിൽ നിന്നുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള തണ്ണീർത്തടങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 91. അതായത് ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 91. രാജസ്ഥാനിൽ 4 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ ഉൾപ്പെടുത്തിയ 2 റംസാർ സൈറ്റ് ആണ് ഫലോട്ടിയിലെ കിച്ചനും ഉദയ്പൂരിലെ മെനാറും. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം ഇപ്പോൾ 91. അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ 2 തണ്ണീർത്തടങ്ങളാണ് ഫലോട്ടിയിലെ കിച്ചനും ഉദയ്പൂരിലെ മെനാറും. രാജസ്ഥാനിലെ ഫലോട്ടിയിലെ കിച്ചനും രാജസ്ഥാനിലെ ഉദയ്പൂരിലെ മെനാറുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അന്നലീന ബെയർബോക്ക്. ജർമ്മനിയാണ് രാജ്യം. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അന്നലീന ബെയർബോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി 4 സംസ്ഥാനങ്ങളിലായി തുടക്കം കുറിക്കുന്ന പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി 4 സംസ്ഥാനങ്ങളിലായി തുടക്കം കുറിക്കുന്ന പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ഏതൊക്കെ സംസ്ഥാനമാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലായി തുടക്കം കുറിക്കുന്ന പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. 2025 ജൂൺ 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി 4 സംസ്ഥാനങ്ങളിലായി തുടക്കം കുറിക്കുന്ന പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് പദ്ധതി തുടക്കം കുറിച്ചത്. ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2025 ജൂൺ 5 ഉദ്ഘാടനം ചെയ്തത്. അടുത്തത് 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലാണ് MSC ഐറീന. 2025 ജൂൺ 9 MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. അപ്പോൾ 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത്
തീരത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലാണ് MSC ഐറീന. 2025 ജൂൺ 9-നാണ് MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായത് നൊസോക്കി ഒക്കാൻചോ ഇവാല. അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറലായി നിയമിതയായ വ്യക്തിയാണ് നൊസോക്കി ഒക്കാൻചോ ഇവാല. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഒരു തൈ നടാം. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഒരു തൈ നടാം. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 4 പദ്ധതികളിൽ ഒന്നാണ് ഹരിത കേരളം മിഷൻ. 2016 ഡിസംബർ 8-നാണ് ഹരിത കേരളം മിഷൻ പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനിന്റെ പേരാണ് ഒരു തൈ നടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക പാരാ അത്ലറ്റിക് ഗ്രാംപ്രിയിൽ സ്വർണം നേടിയ മലയാളി താരമാണ് മുഹമ്മദ് ബാസിൽ. ലോക പാരാ അത്ലറ്റിക് ഗ്രാംപ്രിയിൽ സ്വർണം നേടിയ മലയാളി താരമാണ് മുഹമ്മദ് ബാസിൽ. മലപ്പുറം സ്വദേശിയാണ്. ലോക പാരാ അത്ലറ്റിക് ഗ്രാംപ്രിയുടെ വേദി എവിടെയായിരുന്നു? പാരീസ് ആയിരുന്നു ലോക പാരാ അത്ലറ്റിക് ഗ്രാംപ്രിയുടെ വേദി. കൈക്ക് പരിമിതിയുള്ളവരുടെ ഇനത്തിൽ 100 മീറ്ററിലാണ് മുഹമ്മദ് ബാസിൽ സ്വർണം നേടിയത്. അപ്പോൾ ലോക പാരാ അത്ലറ്റിക് ഗ്രാംപ്രിയിൽ സ്വർണം നേടിയ മലയാളി താരത്തിന്റെ പേരാണ് മുഹമ്മദ് ബാസിൽ. വേദി എവിടെയായിരുന്നു? പാരീസ് ആയിരുന്നു ഇതിന്റെ വേദി. മുഹമ്മദ് ബാസിൽ മലപ്പുറം സ്വദേശിയാണ് മുഹമ്മദ് ബാസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യമാണ് ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, 2025-ലെ 18ാമത് IPL കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 2028-ലെ 18ാമത് IPL കിരീടം നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. കിങ്സ് 11 പഞ്ചാബിനെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. അപ്പോൾ 2025-ലെ 18ാമത് IPL കിരീടം നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കന്നി കിരീടമായിരുന്നു ഇത്. കിങ്സ് 11 പഞ്ചാബിനെയാണ് RCB പരാജയപ്പെടുത്തിയത്. ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു? നരേന്ദ്രമോദി സ്റ്റേഡിയം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനൽ നടന്നത്. കിങ്സ് 11 പഞ്ചാബിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് വിജയം നേടിയത്. ഇവരുടെ കന്നി കിരീടമാണ്. ഇതിൽ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവ്. മുംബൈയുടെ സൂര്യകുമാർ യാദവാണ് IPL-ലെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത്. അതേപോലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഏതാണ്? സായി സുദർശൻ. ഗുജറാത്തിന്റെ സായി സുദർശനാണ് 2025 IPL-ൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം. അതേപോലെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുജറാത്തിന്റെ സായി സുദർശനെയാണ്. അപ്പോൾ 2025 18ാമത് IPL കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. മികച്ച താരം സൂര്യകുമാർ യാദവ്. മുംബൈയുടെ സൂര്യകുമാർ യാദവാണ് മികച്ച താരം. എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ ആരായിരുന്നു? സായി സുദർശനാണ് ഗുജറാത്തിന്റെ. അതേപോലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും സായി സുദർശനാണ്. ഗുജറാത്തിന്റെ സായി സുദർശനാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. ഫൈനലിന്റെ വേദി ചോദിച്ചാൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന 2016H3 എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ ചൈന വിക്ഷേപിച്ച ദൗത്യമാണ് Tianwen-2. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന ചിഹ്നഗ്രഹം ഏതാണ്? 2016H3 ആണ്. അപ്പൊ ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന 2016H3 എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ ചൈന വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരാണ് Tianwen-2. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹനാണ് ബില്ലി വില്യംസ്. അടുത്തിടെ അന്തരിച്ച ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹനാണ് ആര്? ബില്ലി വില്യംസ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കി റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത് 1982 പുറത്തിറങ്ങിയ സിനിമയാണ് ഗാന്ധി സിനിമ. ആ ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹനാണ് ബില്ലി വില്യംസ്. അപ്പോൾ അടുത്തിടെ അന്തരിച്ച ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹനായ വ്യക്തിയാണ് ആര്? ബില്ലി വില്യംസ്. നെക്സ്റ്റ്, മഞ്ഞുമല വീണ് നാമാവശേഷമായ സ്വിസ് ഗ്രാമമാണ് ബ്ലാറ്റസ്.
മഞ്ഞുമല വീണ് അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞുമല വീണ് നാമാവശേഷമായ സ്വിസ് ഗ്രാമമാണ് ബ്ലാറ്റസ്. മഞ്ഞുമല വീണ് നാമാവശേഷമായ സ്വിസ് ഗ്രാമമാണ് ബ്ലാറ്റസ്. സ്വിസ് ആൽപ്സിലെ ബച്ചർ എന്ന് പറയുന്ന ഹിമാനിയാണ് ഇവിടെ വീണത്. അപ്പോൾ മഞ്ഞുമല വീണ് നാമാവശേഷമായ സ്വിസ് ഗ്രാമം ഏതാണ്? ബ്ലാറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ, അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച 103 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ബിക്കാനീറിലാണ്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച 103 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ബിക്കാനീർ റെയിൽവേ സ്റ്റേഷനിലാണ്. എന്താണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി എന്ന് ചോദിച്ചാൽ, രാജ്യത്തുടനീളമുള്ള 1275 റെയിൽവേ സ്റ്റേഷനുകൾ പുനർവികസിപ്പിക്കുന്നതിന് 2023 ഫെബ്രുവരിയിൽ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച ഒരു ദൗത്യമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. അപ്പോൾ ആ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച 103 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ബിക്കാനീർ റെയിൽവേ സ്റ്റേഷനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ 2025 പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പുരിയിലാണ്. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ 2025 പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് പുരിയിലാണ്. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ശിവരാജ് സിംഗ് ആണ് നിലവിലെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി. അപ്പോൾ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ 2025 പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പുരിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ മ്യൂസിക് അവാർഡ് നേടിയ ഈ ആദ്യ ഇന്ത്യൻ വംശജയാണ് രാജകുമാരി. അമേരിക്കൻ മ്യൂസിക് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വംശജയാണ് രാജകുമാരി. ഫേവറേറ്റ് സൗണ്ട് ട്രാക്ക് ഇനത്തിലാണ് ഇവർ പുരസ്കാരം നേടിയത്. അപ്പോൾ അമേരിക്കൻ മ്യൂസിക് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വംശജയാണ് രാജകുമാരി. ഫേവറേറ്റ് സൗണ്ട് ട്രാക്ക് ഇനത്തിലാണ് പുരസ്കാരം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതായിരുന്നു? റിപ്പബ്ലിക് ഓഫ് കൊറിയ ആയിരുന്നു ആതിഥേയ രാജ്യം. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജെജു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പരിപാടികൾ നടന്നത്. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ആതിഥേയ രാജ്യം ചോദിച്ച റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് ചിനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് ചിനാബ് പാലം. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഈ പാലം ഉള്ളത്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചിനാബ് നദിക്ക് കുറുകെയാണ് ചിനാബ് പാലം ഉള്ളത്. ഇതിന്റെ നീളം ചോദിച്ചാൽ എത്രയാണ്? 1315 മീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് ചിനാബ് പാലം. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇതുള്ളത്. നദിയിൽ നിന്നും 359 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ നീളം ചോദിച്ചാൽ 1315 മീറ്റർ ആണ് ഇതിന്റെ നീളം. അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ 11ാമത്തെ കമാന പാലമാണ് ചിനാബ് പാലം. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചോദിച്ചാൽ ഏതാണ്? ചിനാബ് പാലമാണ്. റിയാസി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 ജൂൺ 6ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പാലം
ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചോദിച്ചാൽ ഏതാണ്? ചിനാബ് പാലമാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നീളം ചോദിച്ചാൽ 1315 മീറ്റർ ആണ് ഇതിന്റെ നീളം. നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബെൽജിയം ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത രാജ്യമാണ് ഇന്ത്യ. ബെൽജിയം ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ. 2025-2028 കാലയളവിലേക്കായി ഇന്ത്യയുടെ വി ശ്രീനിവാസ് ആണ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. അപ്പോൾ ബെൽജിയം ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, കാശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ ലിങ്ക് ആണ് ഉത്തംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്. കാശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ ലിങ്ക് ആണ് ഉത്തംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്. ഇതിന്റെ ടോട്ടൽ നീളം, ആകെ നീളം എത്രയാണ്? 272 കിലോമീറ്റർ. 272 കിലോമീറ്റർ ആണ് ഇതിന്റെ ആകെ നീളം. അപ്പോൾ കാശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ ലിങ്ക് ആണ് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയത് എൻവിഡിയ. 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയത് എൻവിഡിയ. അമേരിക്കൻ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയാണ് എൻവിഡിയ. അപ്പോൾ 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയത് എൻവിഡിയ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കൊക്കോ ഗാഫ്. അമേരിക്കയുടെ കൊക്കോ ഗാഫ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. ആര്യാന സബലങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. ആര്യാന സബലങ്കയെ പരാജയപ്പെടുത്തി കൊക്കോ ഗാഫ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. കൊക്കോ ഗാഫ്, അമേരിക്കയുടെ കൊക്കോ ഗാഫ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ആര്യാന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കൊക്കോ ഗാഫ് കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. രണ്ടാം സ്ഥാനം തമിഴ്നാടിനും മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശിനുമാണ്. അപ്പോൾ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്ര. രണ്ടാം സ്ഥാനം തമിഴ്നാടിനും മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശിനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ ആദിവാസി കോളനിയാണ് നടുപ്പതി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ ആദിവാസ കോളനിയാണ് നടുപ്പതി, പാലക്കാട് ജില്ലയിലെ നടുപ്പതി. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ ആദിവാസി കോളനിയാണ് പാലക്കാട് ജില്ലയിലെ നടുപ്പതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. സ്പെയിൻ താരം കാർലോസ് അൽക്കാരസ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. ആരാണ് പരാജയപ്പെടുത്തിയത്? യാനിക് സിന്നറിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി കാർലോസ് അൽക്കാരസ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. കാർലോസ് അൽക്കാരസ് സ്പെയിൻ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 യുവേഫ നേഷൻസ് ലീഗ് ജേതാക്കൾ ചോദിച്ചാൽ ഏതാണ്? പോർച്ചുഗൽ. 2025 യുവേഫ നേഷൻസ് ലീഗ് ജേതാക്കളാണ്
പോർച്ചുഗൽ ആരെയാണ്? സ്പെയിനിനെയാണ് പരാജയപ്പെടുത്തിയത്. സ്പെയിനിനെ പരാജയപ്പെടുത്തി യുവേഫ നേഷൻസ് ലീഗ് ജേതാക്കൾ 2025 ആയത് ആരാണ്? പോർച്ചുഗൽ ആണ്. യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരമാണ് യുവേഫ നേഷൻസ് ലീഗ് എന്ന് പറയുന്നത്. 2025 യുവേഫ നേഷൻസ് ലീഗ് ജേതാക്കൾ ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗലാണ്. സ്പെയിനിനെ പരാജയപ്പെടുത്തിയാണ് പോർച്ചുഗൽ വിന്നറായത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭക്ഷ്യസുരക്ഷാ ശാസ്ത്രം ശരിയായ ദൗത്യത്തിൽ എന്നാണ്. 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭക്ഷ്യസുരക്ഷാ ശാസ്ത്രം ശരിയായ ദൗത്യത്തിൽ. എന്നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്? ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയമാണ് ഭക്ഷ്യസുരക്ഷാ ശാസ്ത്രം ശരിയായ ദൗത്യത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വഖഫ് സ്വത്തുക്കളുടെ തത്സമയ അപ്ലോഡിംഗ്, സ്ഥിരീകരണം, നിരീക്ഷണം എന്നിവയ്ക്കുള്ള കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഉമീദ് സെൻട്രൽ പോർട്ടൽ. വഖഫ് സ്വത്തുക്കളുടെ തത്സമയ അപ്ലോഡിംഗ്, സ്ഥിരീകരണം, നിരീക്ഷണം എന്നിവയ്ക്കുള്ള കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഉമീദ് സെൻട്രൽ പോർട്ടൽ. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിന്റെ പുതിയ റിപ്പോ നിരക്ക് എത്രയാണ്? 5.5%. റിസർവ് ബാങ്കിന്റെ പുതിയ റിപ്പോ നിരക്ക് 5.5%. ഇതിനു മുമ്പ് 6% റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക്. നിലവിലെ റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് എത്രയാണ്? 5.5%. RBI വാണിജ്യ ബാങ്കുകൾക്ക് ഹ്രസ്വകാല അളവിൽ നൽകുന്ന ലോണുകൾക്ക് മേൽ ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. അപ്പോൾ RBIയുടെ പുതിയ റിപ്പോ നിരക്ക് എത്രയാണ്? 5.5%. ഇതിനു മുമ്പ് 6% ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് അശ്വനി ലോഹാനി. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് അശ്വനി ലോഹാനി. അടുത്ത ക്വസ്റ്റ്യൻ, വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അക്രമ വാസന എന്നിവയുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി 2ാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള സമഗ്ര വിദ്യാർത്ഥി രക്ഷകർത്ത അധ്യാപക ശാക്തീകരണ പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേക്കാൻ. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അക്രമ വാസന എന്നിവയുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി 2ാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള സമഗ്ര വിദ്യാർത്ഥി രക്ഷകർത്ത അധ്യാപക ശാക്തീകരണ പദ്ധതിയുടെ പേരാണ് കൂടെയുണ്ട് കരുത്തേക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ അറബിക്കടലിൽ തീ പിടിച്ച ചരക്കു കപ്പലാണ് MV വാൻഹായി 503. അപ്പോൾ 2025 ജൂണിൽ അറബിക്കടലിൽ തീ പിടിച്ച ചരക്കു കപ്പൽ ഏതാണ്? MV വാൻഹായി 503. അടുത്ത ക്വസ്റ്റ്യൻ, കരസേനയുടെ ഉപമേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖാൻ. കരസേനയുടെ ഉപമേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഫ്രാൻസിലെ നീസിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദിയായത് ഫ്രാൻസിലെ നീസിലാണ്. ഹൈസീസ് ഉടമ്പടി അംഗീകരിക്കുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. ഹൈസീസ് ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെയും അധികാര പരിധിയിൽ ഇല്ലാത്ത സമുദ്രത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് അംഗീകരിക്കുന്ന ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായിട്ടുള്ള ഉടമ്പടിയാണ് ഹൈസീസ് ഉടമ്പടി. അപ്പോൾ ആ ഹൈസീസ് ഉടമ്പടി അംഗീകരിക്കുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദിയായത് ഫ്രാൻസിലെ നീസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വരുമാന അവസരങ്ങളിലൂടെയുള്ള മുന്നേറ്റത്തിനും ഗ്രീക്ക് അധിഷ്ഠിത പ്ലാറ്റ്ഫോമായ സിത ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വരുമാന അവസരങ്ങളിലൂടെയുള്ള മുന്നേറ്റത്തിനും ഗ്രീക്ക് അധിഷ്ഠിത പ്ലാറ്റ്ഫോമായ സിത ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തെലങ്കാന.
അടുത്ത ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് കാച്ചഗുഡ റെയിൽവേ സ്റ്റേഷൻ, തെലങ്കാന. ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് കാച്ചഗുഡ റെയിൽവേ സ്റ്റേഷൻ, തെലങ്കാന. അടുത്ത ക്വസ്റ്റ്യൻ, ടൈപ്പ് 2 പ്രമേഹം, അമിതവണ്ണം എന്നിവ നിയന്ത്രിക്കാൻ US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഇലി ലില്ലി പുറത്തിറക്കിയ കുത്തിവയ്പ് അധിഷ്ഠിത മരുന്നാണ് മൗഞ്ചാരോ. ടൈപ്പ് 2 പ്രമേഹം, അമിതവണ്ണം എന്നിവ നിയന്ത്രിക്കാൻ US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഇലി ലില്ലി പുറത്തിറക്കിയ കുത്തിവയ്പ് അധിഷ്ഠിത മരുന്നാണ് മൗഞ്ചാരോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.